السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. فقد قال النبي صلى الله عليه وسلم: إن من أشراط الساعة أن يسلم الرجل على الرجل إلا للمعرفة، أو كما قال رسول الله صلى الله عليه وسلم: رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടൽ പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമാകുന്ന മുഴുവൻ പാപങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കരുണ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, കൃപ കൊണ്ട് പൂർണ്ണമായി അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി കഴിച്ചുകൂട്ടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ ആളുകൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവർക്കെല്ലാം അള്ളാഹു പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്ത് കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം അവന്റെ തൃപ്തിയിലായി ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. സൂറത്തുൽ ഹുജറാത്തിന്റെ 10-ാമത്തെ ആയത്താണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത്. നമുക്കൊക്കെയും സുപരിചിതമായിട്ടുള്ള ഒരായത്താണിത്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും നാം കേട്ടിട്ടുള്ള ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫഅസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഈ ആയത്തിലൂടെ അല്ലാഹു പ്രതിപാദിക്കുന്നത്, തീർച്ചയായും വിശ്വാസികൾ, മുഅ്മിനീങ്ങൾ ഇഖ്വത്തുൻ സഹോദരങ്ങളാണ്, പരസ്പരം സഹോദരങ്ങളാണ്. ഫഅസ്ലിഹൂ ബൈന അഖവൈകും, അതിനാൽ രണ്ട് സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം. രണ്ട് സഹോദരന്മാർക്കിടയിൽ, രണ്ട് വിശ്വാസികൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകണം. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തുർഹമൂൻ, നിങ്ങളോട് കരുണ ചെയ്യപ്പെട്ടേക്കാം. ഇതാണ് ആയത്തിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ബന്ധങ്ങൾ ധാരാളമുണ്ട്. കുടുംബ ബന്ധം, വൈവാഹിക ബന്ധം, സാമുദായിക ബന്ധം, ധാരാളം ബന്ധങ്ങളുണ്ട്. എന്നാൽ ഏറെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമായ നിലയിൽ നാം ഉണരേണ്ടതും
ഉണർത്തേണ്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമായ ഒരു ബന്ധമാണ് വ്യക്തിബന്ധം എന്ന് പറയുന്നത്. വ്യക്തിബന്ധം അല്ലാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. വ്യക്തിബന്ധങ്ങൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മുസ്ലിമീങ്ങളുമായിട്ട്, രണ്ട് അമുസ്ലിമീങ്ങളുമായിട്ട്. ഈ ആയത്തിലൂടെ അല്ലാഹു പ്രതിപാദിക്കുന്നത് വിശ്വാസികൾ പരസ്പരമുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മഹാന്മാരെ സംബന്ധിച്ച് എപ്പോഴും അവർ ബന്ധങ്ങൾ നന്നാക്കിയിരുന്നു. ബന്ധങ്ങൾക്ക് കോട്ടം വരാതെ, യാതൊരു വിധത്തിലുള്ള ഭംഗവും വരാതെ അവർ കാത്തു സൂക്ഷിച്ചിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അവന്റെ ബന്ധങ്ങൾ നന്നാക്കിക്കൊള്ളട്ടെ. ബന്ധങ്ങൾ നന്നാക്കിക്കൊള്ളട്ടെ. റസൂല് പഠിപ്പിച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്പര വിദ്വേഷമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, പകയില്ലാത്ത, യാതൊരു വിധത്തിലുള്ള കറകളുമില്ലാത്ത തെളിഞ്ഞ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ സുദൃഢമായി തീരുകയുള്ളൂ. ഇതല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തുമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി കടന്നുപോയി. അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറഞ്ഞു, ഫഹുവ ഫിൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിലാണ്. അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. എന്തിന്റെ പേരിലാണ് പ്രവാചകൻ ഇദ്ദേഹത്തെ സംബന്ധിച്ച് സ്വർഗത്തിലാണെന്ന് പറഞ്ഞത് ആർക്കും മനസ്സിലായില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും അമല് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും പ്രത്യേകിച്ച് ജീവിതത്തിൽ അമല് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ മാത്രം സ്വർഗവാസി എന്ന് പറഞ്ഞത്. സഹാബത്ത് ഇദ്ദേഹത്തിന്റെ പിന്നിൽ കൂടി അതിഥിയായിട്ട് 3 ദിവസം വീട്ടിൽ താമസിച്ചു. എന്താണ് ഇദ്ദേഹം പ്രത്യേകമായി ചെയ്യുന്ന അമൽ? എന്തിന്റെ പേരിലാണ് പ്രവാചകൻ ഇദ്ദേഹത്തെ കുറിച്ച് സ്വർഗവാസി എന്ന് പറഞ്ഞത്? 3 ദിവസം താമസിച്ചിട്ടും പ്രത്യേകിച്ച് യാതൊരു കർമ്മങ്ങളും കണ്ടില്ല ഇദ്ദേഹത്തിൽ. ഇവര് നമസ്കരിക്കുന്നത് പോലെ അദ്ദേഹം നമസ്കരിക്കുന്നു, ഇവര് സുന്നത്തുകൾ പാലിക്കുന്നത് പോലെ അദ്ദേഹം സുന്നത്ത് പാലിക്കുന്നു, സുന്നത്ത് നോമ്പെടുക്കുന്നു, അദ്ദേഹവും സുന്നത്ത് നോമ്പെടുക്കുന്നു. പ്രത്യേകിച്ച് ഒരു അമലും ഇദ്ദേഹത്തിൽ കണ്ടില്ല. 3 ദിവസം വീട്ടിൽ തങ്ങി. 3 ദിവസത്തിന് ശേഷം സലാം പറയുന്ന സാഹചര്യം ഇദ്ദേഹത്തിനോട് ചോദിച്ചു, പ്രവാചകൻ നിങ്ങൾ സ്വർഗവാസിയാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ കൂടിയത്, 3 ദിവസം അതിഥിയായി താമസിച്ചത്. എന്നാൽ ഈ 3 ദിവസവും പ്രത്യേകിച്ച് ഒരു അമലും ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് അങ്ങ് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, പ്രത്യേകിച്ച് എന്ത് അമലാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കും അറിയില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാം. ഇതിന്റെ പേരിലാണോ പ്രവാചകൻ ഞാൻ സ്വർഗവാസി എന്ന് പറഞ്ഞത് എനിക്കറിയില്ല, കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ ഉറങ്ങുന്നതിനു മുമ്പ് എന്റെ മനസ്സിൽ ആരോടും വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, അത് കുടുംബക്കാരോടായിരുന്നാലും, അയൽവാസികളോടായിരുന്നാലും, കൂട്ടത്തിൽ കച്ചവടം ചെയ്യുന്ന പാർട്ട്ണർമാരോടായിരുന്നാലും, ആരോടായിരുന്നാലും ഒരു വിധത്തിലുള്ള വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു, നഅം, ഇതിന്റെ പേരിലാണ് പ്രവാചകൻ നിങ്ങൾ സ്വർഗവാസി എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇത് വലിയൊരു കാര്യമാണ്. ഒരു ശുദ്ധ ഹൃദയം, പരസ്പരം സ്നേഹം, ഐക്യം, വ്യക്തിബന്ധങ്ങൾ നന്നാക്കൽ. ഈ ആയത്ത് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളിൽ ഒന്ന്, ആരോടും പിണങ്ങിക്കഴിയരുത് എന്നാണ്. ആരോടും പിണക്കം പാടില്ല, ഒരു മനുഷ്യനോടും പിണങ്ങിക്കഴിയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ ഫൗക അഖാഹു 3 അയ്യാം. ഒരു മുസ്ലിമിനും അനുവാദമില്ല മറ്റൊരു മുസ്ലിമിനോട് 3 ദിവസത്തേക്കാൾ കൂടുതൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനും അനുവാദമില്ല. ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗക 3 അയ്യാം. ഒരു മുസ്ലിമിനും അനുവാദമില്ല മറ്റൊരു മുസ്ലിമിനോട്, മറ്റൊരു സഹോദരനോട് 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങിക്കഴിയൽ. അങ്ങനെയെങ്ങാണമാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ, അവരിൽ ആരെങ്കിലും 3 ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങിക്കഴിയുന്ന സാഹചര്യത്തിലാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പരസ്പരം പിണങ്ങിക്കഴിയാൻ പാടില്ല ആരും.
ഇത് എത്ര അകന്ന ബന്ധുക്കളായിരുന്നാലും അടുത്ത ബന്ധുക്കളായിരുന്നാലും കൂട്ടത്തില് കച്ചവടം ചെയ്യുന്നവരായിരുന്നാലും അതുപോലെ തന്നെ ഏത് കാര്യങ്ങളിലായിരുന്നാലും ഒരു കാരണവശാലും പിണങ്ങിക്കഴിയാൻ പാടില്ല. അങ്ങോട്ട് പോയി സലാം പറയണം. ഈ ആയത്ത് പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠമാണ്. പിണങ്ങിക്കഴിയാൻ പാടില്ല. അവരിരുവരിൽ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്നത് ആദ്യം അങ്ങോട്ട് പോയി സലാം പറയുന്നവനാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു. അങ്ങോട്ട് പോയി സലാം പറയണം. അങ്ങോട്ട് പോയി പരസ്പരം സലാം പറഞ്ഞ് ആ പിണക്കത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാകണം. ഫഖരിഷ്തറകാഫിൽ അജ്ർ, അങ്ങനെയെങ്കിൽ രണ്ടുപേർക്കും ഈ കൂലി കിട്ടുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് പോയി പൊരുത്തം ചോദിക്കുന്ന ഒരു സാഹചര്യ അവസ്ഥ നമുക്കുണ്ടാകണം. പൊരുത്തം ചോദിക്കാൻ വരുമ്പോൾ പൊരുത്തം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ചില ആളുകൾ ആട്ടിവിടും. പൊരുത്തം ചോദിക്കാന്ന് പൊരുത്തം ഇല്ല, ലാ സലാമ വലാ കലാമു ഇല്ല, സലാമു ഇല്ല, ഒന്നുമില്ല, പൊയ്ക്കോളാൻ പറയും. നമ്മുടെ ആയിരക്കണക്കിന് പാപങ്ങൾ റബ്ബ് നമുക്ക് പുറത്തു തരുന്നുണ്ട്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നമ്മുടെ പാപങ്ങൾ റബ്ബ് പുറത്തു തരുമ്പോൾ നമ്മുടെ സഹോദരനോടൊരു വിട്ടുവീഴ്ച കാണിക്കുവാൻ നമ്മൾ തയ്യാറല്ല. സൂറത്തുൽ ഹുജറാത്തിൽ ഈ ആയത്ത് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. വ്യക്തിബന്ധങ്ങൾ നന്നാക്കണം. പരസ്പരം പിണങ്ങിക്കഴിയാൻ പാടില്ല. വ്യക്തിബന്ധങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഭംഗവും വരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ 5 കാര്യങ്ങളാണ്. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ 5 കാര്യങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അങ്ങനെയെങ്കിൽ നമ്മൾ വിജയിക്കത്തുള്ളൂ. വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കരുണ വേണമെങ്കിൽ, റബ്ബിന്റെ കരുണയുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കത്തുള്ളൂ. നമ്മളിനി എത്ര അമൽ ചെയ്തെന്ന് പറഞ്ഞാലും ആ അമലുകൾ നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. റസൂലുള്ളാഹി നമ്മളിനി എത്ര 60 വർഷം സുജൂദിൽ കിടക്കുക, 60 വർഷം അള്ളാഹു ആയുസ് കൊടുത്തു, ഒരു നിമിഷവും പാഴാക്കാതെ പൂർണ്ണമായി സുജൂദിൽ കഴിഞ്ഞ് നമസ്കരിച്ച് ദിക്ർ ചെയ്ത് കഴിഞ്ഞുകൂടിയ വ്യക്തിക്ക് പോലും സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ റബ്ബിന്റെ കാരുണ്യം വേണം. അള്ളാഹിന്റെ കാരുണ്യം ഇല്ലാതെ നമ്മൾ വിജയിക്കൂല. അപ്പൊ ഈ കാരുണ്യം കിട്ടണമെങ്കിൽ പരസ്പരമുള്ള കടമകൾ പാലിക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ, ഒരു മുസ്ലിമിന്, ഒരു വിശ്വാസിക്ക്, ഒരു മനുഷ്യന്, ഒരു അടിമയ്ക്ക് മറ്റൊരു അടിമയോടുള്ള ബാധ്യതകൾ 5 കാര്യങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമത്തെ കാര്യം റദ്ദുസ്സലാം, സലാം പറയലും സലാം മടക്കലും. സലാം പറയലും സലാം മടക്കലും. പരിചയമുള്ളവർക്ക് മാത്രം സലാം പറയൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പരിചയമുള്ളവർക്ക് മാത്രം സലാം പറയും. ഇന്ന മിൻ അശ്റാത്തി സാഅ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് അയ്യുസല്ലിമ അർറജുലു അലർറജുലി ഇല്ലാ ലിൽ മഅരിഫ, പരിചയത്തിന്റെ പേരിൽ മാത്രം സലാം പറയുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സലാം പറയാൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ഈ സലാം? പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ്. പ്രവാചക സന്നിധിയിൽ ഒരു വ്യക്തി കയറി വന്നു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 10 നന്മ കിട്ടിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് അടുത്ത ആൾ കയറി വന്നപ്പോൾ പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം 20 നന്മ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾ കയറി വന്നപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 30 നന്മയും കിട്ടിയിരിക്കുന്നു. അപ്പൊ 3 പ്രാർത്ഥനകളാണിത്. അല്ല, 3 പ്രാർത്ഥന. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, നിങ്ങൾക്ക് മാത്രമല്ല, ബഹുവചനമാണ് ഉപയോഗിക്കുന്നത്. അലൈക്ക എന്നല്ല ഉപയോഗിക്കുന്നത്, അലൈക്കും. അലൈക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാം രക്ഷയുണ്ടാകട്ടെ. വറഹ്മത്തുള്ളാഹി, അള്ളാഹുവിന്റെ കാരുണ്യവും ഉണ്ടാകട്ടെ. വബറകാതുഹു, ഐശ്വര്യവും ഉണ്ടാകട്ടെ. എവിടെയുണ്ട് ഈ പ്രാർത്ഥന? എവിടെയുണ്ട് പ്രാർത്ഥന? വിശുദ്ധ ഇസ്ലാം അനുധാവനം ചെയ്യും, വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് സലാം എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ നിലവാരം അനുസരിച്ച് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയണ്ട എന്നല്ല, പറയണം. പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരെ കണ്ടാലും പറഞ്ഞോട് നടന്നോണം. അഫ്ശുസ് സലാം, സലാം പ്രചരിപ്പിക്കണം എന്ന റസൂൽ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ,
നിങ്ങളിൽ ആരും പൂർണ്ണമായി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല പൂർണ്ണ വിശ്വാസിയാകുന്നത് വരെ. ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല പൂർണ്ണ വിശ്വാസികളായി തീരുന്നത് വരെ. വലാ തുഅ്മിനൂ ഹത്താ തഹാബൂ, പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ. റസൂൽ ഉപയോഗിച്ച വാചകമാണ് പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ, പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങളാരും പൂർണ്ണ മുഅ്മിനായി തീരുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവലാ അദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഒരു പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ഒരു കാര്യം, ഒരു കർമ്മം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ആ കർമ്മം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയാൽ പരസ്പരം സ്നേഹം വർദ്ധിക്കും. അഫ്ശുസ്സലാമ ബൈനകും, അത് സലാം പ്രചരിപ്പിക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പ്രചരിപ്പിക്കണം. പരിചയമുള്ളവർക്ക് അസ്സലാമു അലൈക്കും, പരിചയമില്ലാത്തവർക്കൊന്നുമില്ല. അപ്പൊ ആ ഒരു പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഖിയാമത്ത് നാളിന്റെ അടയാളം. എല്ലാവർക്കും അത് ഔലിയാക്കളുടെ ഗുണമാണ്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഗുണമാണ്. എല്ലാവർക്കും സലാം പറയണം, എല്ലാവർക്കും സലാം പറ. അഫ്ശുസ്സലാമ ബൈനകും, സലാം പ്രചരിപ്പിക്കണം എന്നാണ് റസൂൽ ഉപയോഗിച്ചത്. അപ്പൊ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയിൽ ഒന്നാമത്തെ കാര്യമാണ് അഫ്ശുസ്സലാമ ബൈനകും, സലാം പ്രചരിപ്പിക്കൽ. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ സലാം പ്രചരിപ്പിക്കണം. രണ്ടാമത് റസൂല് പഠിപ്പിച്ചത് വത്തിബാഉൽ ജനാസ, ജനാസയെ പൂർണ്ണമായി പിൻപറ്റലാണ്. ജനാസയെ പിന്തുടരൽ, ജനാസയെ പിന്തുടരൽ. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാല്, മരിച്ചു എന്നറിഞ്ഞാല് ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകുക, ആ വ്യക്തിയെ കുളിപ്പിക്കുന്നതിൽ, കഫൻ ചെയ്യുന്നതിൽ, ദഫൻ ചെയ്യുന്നതിൽ ഇതെല്ലാം പൂർണ്ണമായി പങ്കുകൊള്ളണം. പൂർണ്ണമായി പങ്കു, ചെറിയ നന്മയൊന്നുമല്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക, മൻ ഷഹീദൽ ജനാസ, ആരെങ്കിലും ഒരു ജനാസയുടെ അടുക്കൽ ഹാജരായിട്ടുണ്ട്, ഒരു വ്യക്തി മരണപ്പെട്ടത്, അയൽവാസി ആയിരിക്കട്ടെ, അകന്ന ബന്ധു ആയിരിക്കട്ടെ, അടുത്ത ബന്ധു ആയിരിക്കട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ഒരു വ്യക്തി മരിച്ചാൽ ആളുകളുടെ ഒരു പ്രത്യേക ഗുണം, ആര് മരിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരുടെ വീട്ടിൽ പോകും. ചില ആളൊരു പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ അൽഹംദുലില്ലാ ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. ആര് മരിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പോകും, അവരെ കുളിപ്പിക്കും, കഫൻ ചെയ്യും, ഖബറിൽ കൊണ്ട് മറമാടുന്നത് വരെ, യാസീനോട് ദുആ ചെയ്യുന്നത് വരെ അവിടെ നിന്നും പിരിയൂല ചില ആളുകൾ. ഇത്തരക്കാരെ അല്ലാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. മൻ ഷഹീദൽ ജനാസ, ആരെങ്കിലും ഒരു ജനാസയെ പിൻപറ്റി അവിടെ സാക്ഷിയായി, ഹത്താ തുസല്ലിയ, ആ ജനാസയ്ക്ക് വേണ്ടി അവൻ നമസ്കരിക്കുന്നത് വരെ, ഫലഹു ഖീറാത്തുൻ, അവനൊരു ഖീറാത്തിന്റെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പ്രവാചകൻ പറയുന്നു, മൻ ഷഹീദൽ ജനാസത, ആരെങ്കിലും ജനാസയുടെ വിഷയത്തിൽ പങ്കുകൊണ്ട്, ഹത്താ തുഖ്ബറ, അവനെ ഖബറിൽ അടക്കപ്പെടുന്നതുവരെ, തുദുഫന, ഖബറിൽ അവനെ അടക്കി പിരിയുന്നത് വരെ പൂർണ്ണമായിട്ടും പങ്കുകൊണ്ടാൽ ഫലഹു ഖീറാത്താൻ, 2 ഖീറാത്ത് പ്രതിഫലം കിട്ടും. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ ഈ ഖീറാത്ത്? ഈ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മസലുൽ ജബലൈനിൽ അദീമൈൻ, പടുകൂറ്റൻ 2 പർവ്വതങ്ങൾക്ക് സമാനമാണ് ഖീറാത്ത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു. ഉഹുദ് മലയോളം അല്ലെങ്കിൽ അതിനപ്പുറമുള്ള പടുകൂറ്റൻ പർവ്വതങ്ങൾക്ക് സമാനമാണ് മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ പോകൽ, ആ വ്യക്തിയെ കഫൻ ചെയ്യുന്നതിൽ, ആ വ്യക്തിയെ ദഫൻ ചെയ്യുന്നതിൽ പങ്കുകൊണ്ട് പിരിയുക എന്നുള്ളത് ഇത്രത്തോളം പ്രതിഫലത്തിന് കാരണമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയിൽ രണ്ടാമത്തെ കാര്യമാണ് ഇത്തിബാഉൽ ജനാസ, ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെടൽ. ഇന്നലെ നമ്മുടെ സുൽത്താൻ സാഹിബ് മരണപ്പെട്ടു. അള്ളാഹു പരിപൂർണ്ണ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാകട്ടെ. എനിക്ക് എത്താൻ കഴിഞ്ഞില്ല, അതിൽ വലിയ വിഷമമുണ്ട്. അള്ളാഹു പൂർണ്ണമായി അദ്ദേഹത്തിന്റെ വരവിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇല്ല, മരണം അടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം വരും, ഒരു തലവേദന, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ, പെട്ടെന്ന് അള്ളാഹുന്റെ റഹ്മത്തിലേക്ക് യാത്രയാകും. അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പൂർണ്ണമായി അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്ത് കൊടുക്കുമാറാകട്ടെ. എപ്പോ കണ്ടാലും സലാം പറയും, ഒന്ന് പുഞ്ചിരിച്ച് വിശേഷം അന്വേഷിക്കാൻ അദ്ദേഹം പോകാറില്ല. വലിയ ഉന്നതമായ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. അള്ളാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. അടുത്തൊരു സമയത്തിന് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഒരു കല്യാണത്തിന് പോയി. വലിയ സ്നേഹം കാണിക്കുന്ന, വലിയ പ്രത്യേകിച്ച് ആലിമീങ്ങളോട് നല്ല സഹകരണം, നല്ല സംസാരം, നല്ല ഇടപെടലുകൾ. ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിബന്ധങ്ങൾ നന്നാക്കണം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി മരണത്തിന് ശേഷം ദുആ ചെയ്യണമെങ്കിൽ വ്യക്തിബന്ധങ്ങൾ നന്നായിരിക്കണം.
പരസ്പരം കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്ന വലിയ കർമ്മമാണ്. റസൂൽ പഠിപ്പിച്ചില്ല, സദഖയാണ്. പരസ്പരം കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, പരസ്പരം കാണുമ്പോൾ ഒന്ന് മുസാഫഹ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാണുന്നു, ഇദാ ലഖിയ അഖാഹുൽ മുസ്ലിമ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ട് ഫഅഖദ ബിയദിഹി, അവന്റെ കയ്യിൽ പിടിച്ചഥവാ മുസാഫഹ ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹാത്തത് അൻഹുമാ ദുനൂബുഹുമാ, അവരുടെ മുഴുവൻ പാപങ്ങളും പൊഴിഞ്ഞു പോകുന്നതാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ അതിശക്തമായ കാറ്റടിക്കുന്ന ഒരു സാഹചര്യം, അതിശക്തമായ കാറ്റടിക്കുമ്പോ ഉണങ്ങി വരണ്ട് നിൽക്കുന്ന വൃക്ഷങ്ങളിൽ നിന്ന് എത്രത്തോളം ഇലകൾ കൊഴിഞ്ഞു പോകുമോ അതുപോലെ ഇരുവരുടെയും പാപങ്ങൾ കൊഴിഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയുണ്ട് ഈ നന്മ? അബ്ദുറഹ്മാനെ കാണുന്നു, അബ്ദുൽ അസീസ് അബ്ദുൽ ബാസിദിനെ കാണുന്നു, ഒന്ന് മുസാഫഹ ചെയ്തു, മുഴുവൻ പാപങ്ങൾ അള്ളാഹു പൊറുത്തു. ഏതുപോലെ ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്ന് ശക്തമായ കാറ്റടിക്കുമ്പോൾ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ എന്ന് റസൂലുള്ളാഹി ആ പാപങ്ങൾ കടലിലെ നുരയ്ക്ക് സമാനമാണെങ്കിലും ശരി, എല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും എന്ന് റസൂലുള്ളാഹി. വ്യക്തിബന്ധങ്ങൾ നന്നാക്കണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഈ ആയത്ത് പഠിപ്പിക്കുന്ന അതാ. ബന്ധങ്ങൾ നന്നാക്കണം, പരസ്പരം സഹോദരങ്ങളാണ്. റബ്ബിന്റെ കരുണ കിട്ടണമെങ്കിൽ അത് തന്നെ ചെയ്യണം. അപ്പൊ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകളിൽ ഒന്നാമത്തത് സലാം പ്രചരിപ്പിക്കൽ, 2 ജനാസയിൽ പങ്കുകൊള്ളൽ. മൂന്നാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് തശ്മീത്തുൽ ആതിസ്. തശ്മീത്തുൽ ആതിസ്, ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കൽ. ഇതാണ് മൂന്നാമത്തെ, രോഗിയെ സന്ദർശിക്കൽ. നമ്മുടെ അടുത്ത ബന്ധു അതല്ലെങ്കിൽ നമ്മളുമായി എപ്പോഴും പരിചയമുള്ളൊരു സുഹൃത്ത് വയ്യാതെ കിടക്കുക, ചെറുതും വലുതുമാകുന്ന വിവിധ രോഗങ്ങളുടെ പിടിയിലൊക്കെ മനുഷ്യർ അമരാറുണ്ട്. അല്ലാഹു പൂർണ്ണമായി ശിഫാവ് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഒന്ന് ദുആ ചെയ്യൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ അധ്യാപനമാണ്. ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചൊരു പ്രവർത്തനമാണിത്. പോയി കണ്ട് അസ്അലുല്ലാഹൽ അദീമ റബ്ബൽ അർശിൽ അദീമി അൻ യശ്ഫിയക, റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അസ്അലുല്ലാഹൽ അദീമ റബ്ബൽ അർശിൽ അദീമി അൻ യശ്ഫിയക, ഉന്നതനായ അർശിന്റെ ഉടമസ്ഥനായ റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു എന്റെ സുഹൃത്തിന് രോഗശമനം നൽകട്ടെ. മാത്രമല്ല അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫദ്ദലനി അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ദീലാ, ഈ രോഗത്തിൽ നിന്ന് എന്റെ റബ്ബ് എന്നെ സംരക്ഷിച്ചില്ലേ, ഈ രോഗം എന്റെ റബ്ബ് അൽഹംദുലില്ലാ ഇതുവരെ എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടില്ലല്ലോ. ആ റബ്ബിനെ പൂർണ്ണമായി പരിപൂർണമായി ഞാൻ സ്തുതിക്കുന്നു. ഈ ദുആ പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരും ആയിക്കൊള്ളട്ടെ, രോഗിയുടെ അടുത്ത് പോകണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹിനെ സ്തുതിക്കണം. ഇതാണ് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള മൂന്നാമത്തെ ബാധ്യത. അമൽ ചെയ്യാൻ വേണ്ടി പറയുന്നത്, അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സലാം പ്രചരിപ്പിക്കണം, ജനാസയിൽ പങ്കുകൊള്ളണം, അതുപോലെ തന്നെ രോഗിയെ സന്ദർശിക്കണം. നാലാമത് റസൂൽ പഠിപ്പിക്കുന്ന ഇജാബത്തുദ് ദഅവ. ഇജാബത്തുദ് ദഅവ, ക്ഷണം സ്വീകരിക്കണം. ക്ഷണം സ്വീകരിക്കണം. ചെറിയ പാവപ്പെട്ട പൈസ കുറഞ്ഞ ആളുകൾ വിളിച്ചാൽ പോകും. പൊതുവെ ഉസ്താദുമാരെ കുറിച്ചാണ് പറയാറുള്ളത്. അല്ലാഹു എല്ലാ ഉസ്താദുമാർക്കും ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എല്ലാവരോടും സലാം പറയണം. ആര് ക്ഷണിച്ചാലും പോകണം. പാവപ്പെട്ടവൻ ക്ഷണിച്ചാലും പോകണം, പണക്കാരൻ ക്ഷണിച്ചാലും പോകണം. ക്ഷണം സ്വീകരിക്കൽ സുന്നത്താണ്. ക്ഷണം സ്വീകരിക്കൽ സുന്നത്താണ്. ആര് വിളിച്ചാലും പോയി ക്ഷണം. ഇത് പ്രവാചകന്റെ വലിയ അധ്യാപനമാണ്. ഒരു മുസ്ലിമിന് ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് ചെറുതും വലുതുമാകുന്ന നന്മയാർന്ന കാര്യങ്ങൾ. ഇത് എടുത്തു പറയേണ്ടത്. നന്മയ്ക്ക് വേണ്ടി, തിന്മയ്ക്ക് വിളിച്ചാൽ പോകരുത്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അവന്റെ കൂട്ടത്തിൽ കൂടിയാൽ പരദൂഷണം പറയും, അവന്റെ കൂട്ടത്തിൽ കൂടിയാൽ മറ്റൊരു സഹോദരന്റെ ഇറച്ചി ഭക്ഷിക്കും, അങ്ങനെയെങ്കിൽ പോകരുത്. നന്മയ്ക്ക് വേണ്ടി അവൻ വിളിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത് പ്രവാചകൻ പഠിപ്പിച്ച തശ്മീത്തു ആതിസിൻ, തുമ്മിയവന് അൽ ഇർഹമക്കുല്ലാ എന്ന് മറുപടി കൊടുക്കുക. തശ്മീത്തു ആതിസ്, ഈ തുമ്മൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം. ഉള്ളിലുള്ള അണുക്കൾ പുറത്തു പോകുക എന്നുള്ളത് വൈദ്യശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഉള്ളിലുള്ള അണുക്കൾ പുറത്തു പോകുന്നു. കോട്ടുവ ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ളതാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, കോട്ടുവ വിടുമ്പോ
കൈവച്ച് പൊത്തണം, അതല്ലെങ്കിൽ പരമാവധി വാ അടച്ചു പിടിക്കാൻ പരിശ്രമിക്കണം. എന്നാൽ തുമ്മുക എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ സർവസ്തുതി എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട വ്യക്തി എന്ത് പറയണം? ഇർഹമകുല്ലാഹ്, അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ. തുമ്മിയ വ്യക്തി അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അത് കേട്ട വ്യക്തി ഇർഹമകുല്ലാഹ് എന്ന് പറയും. തിരിച്ച് അദ്ദേഹം പറയണം യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലകും, അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം നൽകട്ടെ, നിങ്ങളുടെ അവസ്ഥകൾ നന്നാക്കട്ടെ. ഇത് എവിടെ? വിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ, പൂർണ്ണമായി പ്രാർത്ഥനയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥനകൾ കൈമാറുക. ഇല്ല, പണ്ടുള്ള ആളുകൾ പരസ്പരം കാണുമ്പോൾ എന്താ ചോദിക്കുക? അസ്സലാമു അലൈക്കും, കച്ചവടം എങ്ങനെയുണ്ട്, ലാഭം കിട്ടുന്നുണ്ട്, ഇതല്ല ചോദിക്കുന്നത്. പണ്ടുള്ള മഹാന്മാര് പരസ്പരം കാണുമ്പോ അസ്സലാമു അലൈക്കും, ഈമാനിന്റെ അവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്, നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുന്നുണ്ടോ, ദിക്റൊക്കെ പൂർത്തിയാക്കുന്നുണ്ടോ, മക്കളൊക്കെ ദീനനുസരിച്ചാണോ ജീവിക്കുന്നത്, ഖുർആൻ ഓതിയിരുന്നോ? ഇതാണ് സുഖവിവരങ്ങൾ എന്നെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് അതൊന്നുമില്ല. എന്തൊട്ട് വിശേഷം? പിന്നെ കച്ചവടത്തിന്റെ, പിന്നെ പ്രകൃതിയുടെ, പിന്നെ അതിനപ്പുറം ലോകത്തിന്റെ ഇതിഹാസങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതകൾ 5 കാര്യങ്ങളാണ്. അതാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. 1, സലാം പ്രചരിപ്പിക്കലും സലാം മടക്കലും. 2, ജനാസയെ പിൻപറ്റൽ, രോഗിയെ സന്ദർശിക്കൽ, തുമ്മിയവന് അൽഹംദുലില്ലാഹ് എന്ന് ഇർഹമകുല്ലാഹ് എന്ന് മറുപടി കൊടുക്കൽ. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ഇജാബത്തു ദഅവ, ക്ഷണം സ്വീകരിക്കൽ. ഈ 5 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇനി രണ്ടാമത്തെ കാര്യമാണ് വ്യക്തിബന്ധങ്ങൾ, അമുസ്ലിമീങ്ങളുമായിട്ടുള്ള ബന്ധം. ഇത് വിശ്വാസികളുമായിട്ടുള്ള ബന്ധം പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അമുസ്ലിമീങ്ങളുമായിട്ട് നമുക്ക് ബന്ധമാണ്. പ്രത്യേകിച്ച് വലിയ വിഷയം നടന്നുകൊണ്ടിരിക്കുക അല്ലേ? മുനമ്പത്തെ വഖഫ് സ്വത്തിന്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാമല്ലോ. ഇതിന്റെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. കേന്ദ്ര സർക്കാർ വഖഫ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നല്ലോ. എല്ലാ മതേതര സംഘടനകളും അതുപോലെ തന്നെ കേരള നിയമസഭ അടക്കം പൂർണ്ണമായിട്ട് അതിനെ നിഷേധിക്കുന്ന പ്രമേയം പാസാക്കിയിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന അതിന്റെ സഹായകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെന്നാ. ഈ കേന്ദ്രമന്ത്രി മുഴുവൻ മനുഷ്യരെയും പ്രതിനിധീകരിച്ച് അധികാരത്തിലിരിക്കുന്ന കേന്ദ്രമന്ത്രി വഖഫ് നിയമങ്ങളെ കുറിച്ച് പറഞ്ഞത് കിരാത നിയമം എന്നാ. കിരാത നിയമം എന്ന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അത് അദ്ദേഹത്തിന്റെ നിലവാരം അദ്ദേഹം അളന്നോട്ടെ. എങ്കിലും അധികാരത്തിലിരിക്കുന്ന ഒരു വ്യക്തി തുറന്നു പറഞ്ഞാൽ കവലച്ചട്ടമ്പികളുടെ വാചകങ്ങൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂല. അപ്പൊ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ കിരാത നിയമങ്ങൾ എന്ന് പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു വ്യക്തി പറഞ്ഞു ഇപ്പൊ ലാൻഡ് ജിഹാദ് നടക്കുകയാണെന്നാ. ലാൻഡ് ജിഹാദ് വഖഫ് സ്വത്തുക്കളെ കുറിച്ച് പറഞ്ഞത്. നേരത്തെ ലവ് ജിഹാദ് ആയിരുന്നു, നർക്കോട്ടിക് ജിഹാദ്. ഇപ്പൊ ലാൻഡ് ജിഹാദ് നടക്കുവാണെന്നാ ചില ആളുകൾ പറയുന്നത്. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മുനമ്പം എന്ന പ്രദേശത്ത് 404 ഏക്കർ വസ്തു 1948 വഖഫ് നിയമം വരുന്ന 1950 48 അന്നുണ്ടായിരുന്ന ഒരു സേഠ് സാഹിബ് ഫാറൂഖ് കോളേജിന് വേണ്ട, ഈ ഫാറൂഖ് കോളേജ് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം, 4000-ഓളം വിദ്യാർത്ഥികൾ, മുസ്ലിമീങ്ങളുമുണ്ട്, ക്രൈസ്തവരുമുണ്ട്, ഹൈന്ദവരും, വിവിധ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഫാറൂഖ് കോളേജിന് വേണ്ടി 404 ഏക്കർ വസ്തു വിട്ടുകൊടുത്തു. വഖഫ് സ്വത്താണ്. ഇന്നത് വഖഫ് സ്വത്തല്ല എന്നാ പറയുന്നത്. 404 സെന്റ് 404 ഏക്കർ വസ്തു ഇന്നത് വഖഫ് സ്വത്തല്ല എന്നാ പറയുന്നത്. എന്താ ഈ വഖഫ് സ്വത്ത്? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വളരെ വിശദമായിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞതാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ റബ്ബിന് വേണ്ടി നിയത്ത് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന സ്വത്തുക്കൾ റസൂല് പരിചയപ്പെടുത്തിയത് സദഖത്തുൻ ജാരിയ എന്നാണ്. ജാരിയായ സദഖ, ജാരിയായ ദാനധർമ്മം, മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് കിട്ടുന്ന ദാനധർമ്മം. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇന്നത് വഖഫ് സ്വത്തല്ല എന്ന് വാദിക്കുക. വഖഫ് ഡിവിഷൻ ആയിരുന്നാലും ട്രൈബ്യൂണൽ ആയിരുന്നാലും എല്ലാ ഡിവിഷൻസും പ്രത്യേകമായിട്ടുള്ള ബെഞ്ചും എല്ലാം പറയുന്നത് വഖഫ് സ്വത്ത് തന്നെയാണ്. 404 ഏക്കർ വസ്തു. ഇവര് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ സേട്ട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വഖഫ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഫാറൂഖ് കോളേജിന് വേണ്ടി ക്രയവിക്രയത്തിന് വിട്ടുകൊടുക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങൾ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോ ചാല ജുമാ മസ്ജിദ്, അതല്ലെങ്കിൽ ഞാനൊരു 10 സെന്റ് ഭൂമി വഖഫ് ചെയ്യുക റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഈ 10 സെന്റ് ഭൂമി അതല്ലെങ്കിൽ ഈ മസ്ജിദ് റബ്ബിന് വേണ്ടി ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ നിയത്ത് എപ്പോൾ ചെയ്തോ അപ്പോൾ അത് വഖഫ് സ്വത്തായി മാറി. ഇനി അതിന്റെ പുറമെ ഇതിന് ശേഷം ഈ വഖഫ് സ്വത്തിനെ ഹാനികരിക്കുന്ന നിലയിൽ, അതല്ലെങ്കിൽ അതിന്റെ നിയമത്തിന് ഭംഗം വരുന്ന നിലയിൽ ഈ വഖഫ് ദാതാവ് തന്നെ എന്തെങ്കിലും ഉപയോഗിച്ചാലും ശരി, എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് പൂർണ്ണമായ വഖഫല്ലായിരുന്നു, ഞാൻ ക്രയവിക്രയം ചെയ്യാൻ വേണ്ടി കൊടുത്തതാണെന്ന് പറഞ്ഞാലും അത് ബാത്തില, അത് നിഷ്ഫലമാണ്.
ആദ്യം എന്താണോ ഞാൻ പറഞ്ഞത് അത് അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കൂ. അതാണ് അള്ളാഹു പരിഗണിക്കുന്നത്. 10 സെന്റ് ഭൂമി കൊടുത്തിട്ട് ഞാൻ റബ്ബിന് വേണ്ടിയാണെന്ന് നിയത്ത് ചെയ്തു, വഖഫ് ചെയ്തു, അതിനുശേഷം പറയുകയാ ഞാൻ ക്രയവിക്രയത്തിന് വേണ്ടിയാണ് കൊടുത്തത്, അത് പരിഗണിക്കൂല. ആദ്യം പറഞ്ഞത് പരിഗണിച്ചു കഴിഞ്ഞു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ പറയുന്നത് ഇത് വഖഫ് സ്വത്തല്ല എന്ന്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, എങ്ങാണം ഫാറൂഖ് കോളേജിന് ചില പ്രശ്നങ്ങൾ, സങ്കീർണത അനുഭവപ്പെട്ടാൽ ഈ സ്വത്ത് അനന്തരാവകാശികളിലേക്ക് തിരിച്ചു വരുമെന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശരി തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഏതാണ് ആ പ്രശ്ന കലുഷിതമായ സാഹചര്യം, അതിനെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ആശയവിനിമയം ഉണ്ടായെന്ന് പറഞ്ഞ് വഖഫ് സ്വത്തായി ആകാതിരിക്കുന്നില്ല. പൂർണ്ണമായി വഖഫ് സ്വത്ത് തന്നെയാണ്. എന്താണ് പ്രശ്നം? ആ സ്ഥാപനം, ആ മസ്ജിദ് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളാകുന്ന പാവപ്പെട്ടവരിലേക്ക് അത് റിട്ടേൺ മടങ്ങുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ആസ്പദമാക്കിക്കൊണ്ടാ ഇത് വഖഫ് 404 ഏക്കർ വസ്തു. ഇവർക്കിതൊന്നും അല്ല വിഷയം. ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു വർഗീയ അന്തരീക്ഷം സൃഷ്ടിക്കണം. കേരളത്തിലൊരു വർഗീയ അന്തരീക്ഷം സൃഷ്ടിക്കണം. മുസ്ലിമീങ്ങളെയും അവരുടെ സ്ഥാപനങ്ങളെയും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണം. അതിനുവേണ്ടി പണ്ടേ പരിശ്രമിക്കുന്നതാണ്. ഈ പരിശ്രമം കൂടുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ജുമയിൽ പറഞ്ഞതുപോലെ കുറച്ചു നാളൊക്കെ കഴിയുമ്പോൾ അവര് പറയും, ഇപ്പം നിലവിൽ പറഞ്ഞിട്ടുള്ളത് വഖഫിന്റെ കമ്മിറ്റിയിൽ അമുസ്ലിമീങ്ങൾക്കും ബന്ധപ്പെടാം, ആ ട്രസ്റ്റിൽ പ്രവേശിക്കാം. പള്ളി കമ്മിറ്റിയിലും അമുസ്ലിം സഹോദരങ്ങൾക്ക് പ്രവേശിക്കാം എന്നൊരു നിയമം വരുത്തില്ല എന്ന് ആര് കണ്ടു? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ നിസ്കരിച്ചോ, നിങ്ങൾ ഖുർആൻ ഓതിക്കോ, ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. അപ്പൊ ഇത് ചെറിയ വിഷയമല്ല. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. വഖഫ് ഇന്നിപ്പോ ഈ മുനമ്പം ഈ പ്രദേശത്തെ വസ്തുവിനെ കുറിച്ച് നടക്കുന്നത് വലിയൊരു വിവാദമാണ്. ധാരാളം അപഹാസങ്ങൾ. എന്തൊക്കെയാണ് വിശുദ്ധ ഇസ്ലാമിന്റെ നിയമം? അക്രമത്തെ അക്രമം കൊണ്ട് തിരിച്ചടിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. അവരെന്തും പറഞ്ഞോട്ടെ, കിരാത നിയമം എന്ന് പറഞ്ഞോട്ടെ, ലാൻഡ് ജിഹാദ് എന്ന് പറഞ്ഞോട്ടെ, എന്തും പറഞ്ഞോട്ടെ, പക്ഷെ അതേ നാണയത്തിന് വിശ്വാസി എന്ന നിലയ്ക്ക് എന്റെ റസൂല് പഠിപ്പിച്ച നിലയ്ക്ക് ഞാൻ തിരിച്ചടിക്കൂല. അക്രമത്തെ നീതി കൊണ്ട് ഞാൻ ചെറുക്കും. അക്രമകാരികളും തമ്മിൽ പോരാടിയ തീയും കൂടി ചേർന്നാൽ തീ ആളി കത്തൂലേ? പക്ഷെ തീയും വെള്ളവും കൂടി ചേർന്നാലോ ആ വെള്ളം തീയെ കെടുത്തിക്കളയും എന്നതുപോലെ അക്രമകാരികളും തമ്മിൽ പോരാടിയാൽ ബലഹീനര് തോറ്റുപോകും. അക്രമകാരികളും നീതിമാന്മാരും തമ്മിൽ പോരാടിക്കഴിഞ്ഞാൽ നീതിമാന്മാർക്ക് വിജയം ഉറപ്പെന്ന് വിശുദ്ധ ഖുർആൻ. നാം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതാവുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നന്നാക്കണം. എന്താ റസൂല് നൽകുന്ന അധ്യാപനം? യഹൂദന്റെ ജഡത്തെ കൊണ്ടുപോകുമ്പോൾ ആദരവ് നിമിത്തം എഴുന്നേറ്റ് നിൽക്കുക, ക്രിസ്തീയ പുരുഷനായ അദ്ദാസിനെ സ്വീകരിക്കുക, അബ്ദുല്ലാഹിബ്നു സഅനയെ സ്വീകരിക്കുക. ദേഷ്യപ്പെട്ട് പ്രവാചകന്റെ കോളറിൽ അതിശക്തമായ നിലയിൽ പിടിച്ചു കുലുക്കിയിട്ട് പറഞ്ഞു, നീയും നിന്റെ കുടുംബക്കാരും വെറും ആക്ഷേപിക്കപ്പെട്ടവരാണെന്ന് പ്രവാചകനോട് അതിശക്തമായ നിലയിൽ അപഹസിച്ച ദേഷ്യപ്പെട്ട വ്യക്തിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയുണ്ട് നിയമം? എവിടെയുണ്ട് ഈ നിയമം? അവസാനം അബ്ദുല്ലാഹിബ്നു സഅല മുസ്ലിമായി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അബ്ദുല്ലാഹിബ്നു സഅലയെ മുസ്ലിമാക്കിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്തീയ പുരുഷനായ അബ്ദാസിനെ മുസ്ലിമാക്കിയത് പ്രവാചകന്റെ പ്രസംഗമായിരുന്നില്ല. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു സലാം എന്ന് പറയുന്ന ജൂത പണ്ഡിതനെ മുസ്ലിമാക്കിയതും പ്രവാചകന്റെ പ്രസംഗമായിരുന്നില്ല. മറിച്ച് പ്രവാചകന്റെ നല്ല സഹകരണമായിരുന്നു. നല്ല സഹകരണം. അബ്ദാസ് കൊണ്ട് പാത്രം കൊടുത്ത പ്രവാചകനെ അടുത്തോട്ട് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ ക്രിസ്തീയ പുരുഷന. എന്താ പേര്? എവിടെ നിന്നാ വന്നത്? അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്, മിൻ മക്ക, മക്കയിൽ നിന്ന് വന്നതാണ്. ആ സ്വഭാവം കണ്ടുകൊണ്ട് ഒന്നും മുന്നും പിന്നെ നോക്കുന്നില്ല, ഷഹാദത്ത് കലിമ പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അബ്ദുല്ലാഹിബ്നു സലാം പ്രവാചകൻ മദീനയിലെത്തി. ആരാണ്? അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. ചില ചോദ്യങ്ങൾ ചോദിച്ചു, ഇഷ്ടപ്പെട്ടു, സ്വഭാവം അംഗീകരിച്ചു, ഇഷ്ടപ്പെട്ടു, ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിം ആകുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലേ വെള്ളത്തോട് പറഞ്ഞല്ലോ, പെരുത്തു നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കൽ ഈ മരുപ്പറമ്പാം ഒരിച്ചു വൃക്ഷത്തെ നടുന്നു പാർത്തരായി വരുന്നവർക്കൊക്കെ വിശ്രമത്തിനായി. മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല അമുസ്ലിം സഹോദരങ്ങൾക്കും വിശ്രമിക്കാൻ സാധിച്ചിരുന്ന ഒരു വടവൃക്ഷമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുലുഖ്, നല്ല സ്വഭാവത്തിന്റെ ഉടമ. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മുസ്ലിമീങ്ങളും തമ്മിലുള്ള ബാധ്യതകൾ 5 കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ബാധ്യത അവരിൽ 90% നല്ല ആളുകളാ, നല്ല രീതിയിൽ സംസാരിക്കുന്നവരാ, നല്ല രീതിയിൽ ഇടപെടുന്നവരാ. 90%. 10% ആളുകളാ ഈ വിവാദ പ്രശ്നങ്ങളുമായിട്ട്, അതുപോലെ തന്നെ വൈരാഗ്യം പടർത്തുന്നതിന് വേണ്ടി, വർഗീയത സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കൽ. അപ്പൊ നമ്മൾ തിരിച്ചടിക്കാൻ പോകണ്ട.
നമ്മൾ അക്രമത്തെ അക്രമം കൊണ്ട് ചെറുക്കാതെ സ്നേഹം കൊണ്ട്, അതുപോലെ തന്നെ നീതി കൊണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. കുനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിയോടുകൂടി നിങ്ങൾ നിലകൊള്ളണം എന്നുള്ളതാണ്. നീതിയോടുകൂടി. നജ്റാനിൽ നിന്ന് വന്ന പാതിരിമാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആശയവിനിമയം ചെയ്യാൻ വേണ്ടി എത്തിയതാ. നജ്റാനിൽ നിന്ന് ആശയവിനിമയത്തിന് വേണ്ടി എത്തിയ പാതിരിമാർക്ക് അവരുടെ ആരാധനാ വേളയിൽ മസ്ജിദിന്റെ പകുതി ഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ടുകൊടുത്തു എന്നുള്ളത് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മതമൈത്രി അല്ല, മതസൗഹാർദ്ദം നമ്മൾ പറയരുത്. മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദമൊന്നുമില്ല. മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം, മാനവ സൗഹാർദ്ദമാണ് വേണ്ടത്. മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദമാണ്. ആരുമായിക്കൊള്ളട്ടെ, അവരെ കാണുമ്പോൾ വിശുദ്ധ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് അവരെ സ്നേഹിക്കാൻ സാധിക്കണം, അവരുടെ കയ്യിൽ പിടിക്കാൻ സാധിക്കണം. അവൻ അമുസ്ലിമായിരുന്നാലും അവൻ എന്റെ സഹോദരനാണ്, അവൻ പ്രായമുള്ളവനാണെന്ന് എഴുന്നേൽക്കാൻ സാധിക്കണം, അവൻ പ്രായം കുറഞ്ഞവനാണെന്ന് കരുണ കാണിക്കാൻ സാധിക്കണം, ഒന്ന് പുഞ്ചിരിക്കാൻ സാധിക്കണം. അത് അവന്റെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തും. പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവൻ മുസ്ലിമാകുന്നതിന്റെ കാരണം ഇതായിരിക്കും. റസൂലുള്ളാഹി ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും, പ്രവാചകന്റെ പ്രസംഗം കേട്ടിട്ട് ആരും അങ്ങനെ മുസ്ലിം ആയിട്ടൊന്നുമില്ല. ഒരു മണിക്കൂറത്തെ പ്രഭാഷണം, അരമണിക്കൂറത്തെ വെള്ളിയാഴ്ചത്തെ പ്രഭാഷണം കേട്ടിട്ട് ആരും മുസ്ലിം ആയിട്ടില്ല, ആരും നന്നായി. പ്രവാചകന്റെ സ്വഭാവം, വിറക് ചുമട്ടുകാരിയുടെ വിറക് തലയിൽ വെച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയുണ്ട് അധ്യാപനം? അപ്പം മറ്റുള്ളവരോട് നല്ല നിലയിൽ സഹകരിക്കുക. അത് രണ്ട് രീതി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, മുസ്ലിമീങ്ങളോട് ഏത് നിലയിലുള്ള സമീപനം. രണ്ട്, അമുസ്ലിമീങ്ങളോട് ഏത് നിലയിലുള്ള സമീപനം. മുസ്ലിമീങ്ങളോടുള്ള സമീപനം നമ്മൾ പറഞ്ഞത് പരസ്പരം കാണുമ്പോൾ സലാം പറയണം, അതുപോലെ രോഗിയെ സന്ദർശിക്കണം, അതുപോലെ തുമ്മിയവന് ഇർഹമത്തുള്ളാഹി എന്ന് മറുപടി പറയണം, അതുപോലെ ക്ഷണം സ്വീകരിക്കണം. അമുസ്ലിമീങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കണം. എങ്ങാനും അവർ അക്രമപരമായി വർത്തിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ നീതിയോടുകൂടി സ്നേഹത്തോടുകൂടി വർത്തിക്കാൻ സാധിക്കണം. അതാണ് ഈ ആയത്ത് നൽകുന്ന. സൂറത്തുൽ ഹുജറാത്തിലെ 10ാമത്തെ ആയത്താണിത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, രണ്ട് സഹോദരന്മാർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നത്. ചെറിയ വാചകമല്ല അല്ലാഹു ഉപയോഗിച്ചത്, വളരെ ആഴങ്ങളിൽ ചർച്ച ചെയ്യേണ്ടുന്ന, റിസർച്ച് ചെയ്യേണ്ടുന്ന ഒരു വാചകം അല്ലാഹു ഉപയോഗിച്ചത്. ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, വ്യക്തിബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം, കാത്തു സൂക്ഷിക്കണം. യാതൊരു വിധത്തിലുള്ള കോട്ടവും അതിനുണ്ടാകാൻ പാടില്ല. വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾക്ക് കരുണ കിട്ടണമെങ്കിൽ. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയും മുഴുവൻ വിശ്വാസികളെയും അള്ളാഹു മുഴുവൻ തൽപര കക്ഷികളുടെ പ്രവർത്തനത്തെ തൊട്ട് അള്ളാഹു സംരക്ഷണം ഏർപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നമുക്കെല്ലാം പരിപൂർണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം സഹോദരങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ വിവിധങ്ങളായ രോഗങ്ങളുടെ പിടിയിൽ അമർന്ന് കഴിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പരിപൂർണമായ ശാന്തിയും സമാധാനവും കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ മരണപ്പെട്ട സുൽത്താൻ സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന് പരിപൂർണ മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിന് പൂർണ്ണമായ ശാന്തിയും സമാധാനവും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലം ചെയ്ത എല്ലാവിധ സൽക്കർമ്മങ്ങളും അല്ലാഹു പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് IMCTയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ നല്ല നിർദ്ദേശങ്ങൾ, പരിശ്രമങ്ങൾ എല്ലാം അല്ലാഹു പൂർണ്ണ അർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യ സഹജമായി അദ്ദേഹത്തിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും ചെറുതും വലുതുമായ ദോഷങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. മുത്തഖീങ്ങൾ, മുഖ്ലിസീങ്ങൾ, സാലിഹീങ്ങളോടൊപ്പം അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.